ലോകത്തോട് യാത്ര പറഞ്ഞ ഷമീർ മുസ്ലിയാരെ പരിചയമില്ലേ? കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കാരനായ ഷമീർ എന്ന കൂട്ടുകാരൻ സുബ്ഹാനല്ലാഹ് സഖാഫി ബിരുദം വാങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, സമയങ്ങൾ അല്പം മാത്രമേ ബാക്കിയുള്ളൂ. പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹുവിന്റെ വിളിക്കഞ്ഞ് ഉത്തരം ചെയ്തു. ആ ഷമീരിന്റെ മയ്യിത്ത് നിസ്കാരം നേതൃത്വം നൽകിയതാരാണെന്നറിയോ? ഈ പ്രസ്ഥാനത്തിന്റെ തുടിപ്പും എല്ലാമായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളാണ്. എല്ലാ തിരക്കുകളും അങ്ങ് മാറ്റിവെച്ച് ഒരു നിമിഷം പോലും സമയം ലഭിക്കാത്ത നേതാവല്ലേ? എല്ലാ തിരക്കും അങ്ങ് മാറ്റിവെച്ച് ഒരു SSFന്റെ കരളിന്റെ തുടിപ്പായ ഷമീർ മുസ്ലിയാർ മരണപ്പെട്ടു എന്ന വിവരം കേട്ടപ്പോ നേതാവായ സുൽത്താനുൽ ഉലമാ ഷമീരിന്റെ വീട്ടിലെത്തി, ആ പള്ളിയിലെത്തി. ഇന്ന് SSF എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? കേരളത്തിൽ മാത്രമല്ല, കർണാടകയിൽ മാത്രമല്ല, അങ്ങകലെ വിദേശ രാഷ്ട്രങ്ങളിൽ വരെ SSFന്റെ സഹോദര സംഘടനകളായ ICF പ്രവർത്തിക്കുന്നുണ്ട്. കർണാടകയിലെ KCF പ്രവർത്തിക്കുന്നുണ്ട്. റിസാല സ്റ്റഡി സർക്കിൾ എന്ന പേരിൽ RSC പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശാഖകളിലും എല്ലാ യൂണിറ്റുകളിലും എന്തിനേരെ പറയണോ? മക്കത്തെ ഹറം ഷരീഫിൽ വരെ മദീനയുടെ റൗള ചാരത്ത് വരെ SSFന്റെ സഹോദരന്മാര് ഒരുമിച്ച് കൂടി ഷമീരിന്റെ ബർസഖിയായ ജീവിതം ബാസുരമാകാൻ പ്രാർത്ഥിച്ചു. എന്തേ ഷമീരിന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ കാരണം? ഷമീർ SSFന്റെ പ്രവർത്തകനാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഏത് മീറ്റിംഗിനും പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പോരാ, ഷമീർ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചാൽ എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകനില്ലേ, ആരാണ് ഖാസിം എന്ന പേരുള്ള മോനില്ലേ, ആ മോന്റെ പേര് ഞാൻ വെക്കും, മുഹമ്മദ് ഖാസിം എന്ന് വെക്കും. പക്ഷെ അല്ലാഹുവിന്റെ വിധിയാണ്, കല്യാണത്തിന് ദുനിയാവിൽ അവസരമില്ല. പറയട്ടെ, ഷമീരിന് ലോകമോർത്തില്ലേ ചെറുപ്പക്കാരാ? എന്തേ കാരണം? ഷമീർ കുടുംബം നല്ല പണക്കാരുടെ കുടുംബമാണ്, പാവപ്പെട്ടവനല്ല ഷമീർ. പക്ഷേ പണമുള്ളത് കൊണ്ടല്ല ഷമീരിനെ ഓർത്തത്. ഷമീരിന്റെ ബാപ്പയും ഉമ്മയും വിദേശത്താണ് താമസം. അവർ വലിയ പണക്കാരുടെ കുടുംബം എന്ന് കരുതിയിട്ടല്ല. പിന്നെയോ ഓർക്കാനുള്ള കാരണം, അങ്ങനെ പണക്കാരെ ഓർക്കണമെങ്കിൽ ഇവിടെ എത്ര പണക്കാരാ മരിച്ചുപോയത്? അവരെ ഓർക്കാൻ ഇവിടെ ആളുകളുണ്ടോ? ഷമീരിനെ ഓർക്കാനുള്ള കാരണം എന്താണ്? അതാ SSFന്റെ സജീവ പ്രവർത്തകനാണ്. സുൽത്താനുൽ ഉലമയുടെ മനുഷ്യ മനസ്സുകളിലെ കോർത്തിണക്കാൻ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന കേരള യാത്രയുടെ സമയത്ത് അറിയുമോ, നിങ്ങൾക്കറിയുമോ, കോഴിക്കോട്ട് നിന്ന് സൈക്കിളിൽ കയറിയിട്ട് തിരുവനന്തപുരം വരെ സൈക്കിൾ ഓടിച്ച പ്രവർത്തകനാണ്. എന്തേ കാരണം? ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, കാറിൽ പോകാൻ കഴിയാഞ്ഞിട്ടല്ല, ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഞാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ സൈക്കിൾ ഓടിച്ചു പോയാൽ കേരള യാത്രയുടെ ഒരു പ്രചാരണം കൂടിയാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേരളത്തിന്റെ SSFന്റെ 40ാം വാർഷികം എറണാകുളത്ത് വെച്ച് നടന്നപ്പോ അതിന്റെ പ്രചാരണാർത്ഥം ഒറ്റയ്ക്ക് ഒരു ദിവസം ട്രെയിനിലങ്ങ് കയറി, ആരും കൂടെയില്ല, തുടങ്ങി ഒരു 10 മിനിറ്റ് പ്രഭാഷണമാണ്. 40ാം വാർഷികത്തിന്റെ പ്രമേയ പ്രഭാഷണമാണ്. കൂടെ ആരുണ്ടോ ചിന്തയില്ല, കയ്യിൽ മൈക്കുണ്ടോ ചിന്തയില്ല, മുന്നിലുള്ളവർ എന്ത് അഭിപ്രായം പറയും എന്ന ചിന്തയില്ല. എല്ലാ ചിന്തയും മാറ്റിവെച്ച് SSFന്റെ ത്രിവർണ്ണ പതാക കയ്യിലേക്ക് ഷമീർ പ്രവർത്തിച്ചപ്പോ ആ ഷമീരിനെ ഓർക്കാൻ ഇന്ന് എത്ര പേരാണ്? അതുകൊണ്ട് എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരോട്
വീട്ടുകാരോട് പറയട്ടെ, നിങ്ങൾ SSF-ൽ പ്രവർത്തിക്കുന്നവരാകണം. രക്ഷിതാക്കളോട് പറയട്ടെ, ഉമ്മമാരെ, നിങ്ങൾ നാളെ മരണപ്പെട്ടാൽ ഇന്ന് കണ്ടില്ലേ ഇവിടെ ഒരു ഉമ്മ മരിച്ചപ്പോ ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതല്ല, ഞാൻ അവിടെ പോയി യാസീനോദി. എനിക്ക് ആ ഉമ്മാനെ പരിചയമില്ല, ആ ഉമ്മാക്ക് എന്നെയും പരിചയമുണ്ടാകണമെന്നില്ല. ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്. ഞാൻ അവിടെ പോകാനുള്ള കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിന്റെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാളെ നിങ്ങൾ മരിച്ച് ഖബറിലങ്ങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദുആ കിട്ടണോ? നിങ്ങൾക്ക് SSF-ൽ മെമ്പർഷിപ്പ് ലഭ്യമല്ല, നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ ആൺമക്കളില്ലേ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ ആൺമക്കളില്ലേ? ആ ആൺമക്കള് SSF-ൽ ചേർത്തി പ്രവർത്തിപ്പിക്കുക. എന്നാൽ നാളെ നിങ്ങളും മരിച്ച് ഖബറിൽ കഴിയുമ്പോ നിങ്ങളെ ഓർക്കാൻ ഇവിടെ ഒരു ടീമുണ്ട്. അല്ലാഹു അങ്ങനാക്കി തരട്ടെ. അതിന് കാരണമായി ഈ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ്സിനെ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ.